ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ ഈ പൂയം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ വളരെയധികം അഭിമാനശീലരും അസാമാന്യമായിട്ടുള്ള ബുദ്ധികൂർമ്മതയുള്ളവരുമായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാർ ഇവരുടേതായിട്ടുള്ള ബാല്യകാലത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചവരാകയാൽ ദൈനംദിന ജീവിതത്തിൽ ഇവർ എന്തു തന്നെ ആഗ്രഹിച്ചാലും അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് 100% ആത്മാർത്ഥതയോടു കൂടിയിട്ട് സത്യസന്ധതയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഈ ഗുണങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ടെങ്കിലും തൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മറ്റൊരാൾ ഇറങ്ങി വരുന്നതും തൻ്റേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതും തന്നെ ഉപദേശിക്കുന്നതും ഒന്നും തന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഇഷ്ടമാകാറില്ല. എന്നാലോ തൻ്റെ മനസ്സിന് അത്ര വേണ്ടപ്പെട്ടവരുടേതായിട്ടുള്ള സുഖദുഃഖങ്ങളെ മനസ്സിലാക്കിയിട്ട് കഴിയുന്നിടത്തോളം അവരെ സഹായിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ പൂയം നക്ഷത്രക്കാർ. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ പൂയം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ കൂടുതൽ ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. ഈ വർഷാരംഭത്തിൽ വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അനാവശ്യമായിട്ടുള്ളതായ യാത്രകളെയും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഹംസയോഗപ്രദനായിക്കൊണ്ട് ഉച്ചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും ശനീശ്വരൻ്റേതായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തെ സ്ഥിതിയും മൂലം ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം പൂയം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ശ്രേയസ്സിലേക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലോ നല്ല മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ നല്ലതാണ്.